ഹലോ. അപ്പോൾ ഇത് ഒരു ഈവനിങ് വ്ളോഗാണ്. അപ്പം ഫ്രൈഡേ ഈവനിങ് ആയപ്പോഴത്തേനും നമ്മൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു 2-3 ബിൽഡിംഗ് അപ്പുറത്ത് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, കടവത്തൂർ റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ വെറുതെ ഇറങ്ങിയതാണ്. മെയിൻ ഫുഡ് കഴിക്കാനല്ല, ജസ്റ്റ് ചായയും സ്നാക്സും കഴിക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാ ഫ്രണ്ടിൽ കൗണ്ടറിൽ വന്നിട്ട് കൗണ്ടറിൽ ആ ചില്ലുകൂട്ടിലാണ് സ്നാക്സ് എല്ലാം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് സ്നാക്സ് കൗണ്ടർ, തൊട്ടപ്പുറത്ത് ചാട്ട് കൗണ്ടർ, ചാട്ട് കോർണർ, പിന്നെ ഇത് ഉപ്പിലിട്ട ഐറ്റംസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ വന്ന് ഓർഡർ ചെയ്തു. വേണ്ട കാര്യങ്ങൾ ഓർഡർ ചെയ്തതിന് ശേഷം ഞാനിതാ അകത്തേക്ക് പോയിരുന്നു. പുറത്ത് നല്ല ചൂടാണ്, പുറത്ത് നിന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല, കാരണം ഭയങ്കര ചൂടാണ്. അല്ലെങ്കിൽ പുറത്ത് ക്ലൈമറ്റൊക്കെ ചേഞ്ച് ആയി കഴിയുമ്പോൾ പുറത്തിരുന്ന് കഴിക്കാൻ നല്ല രസമാണ്, കാരണം ഒരുപാട് ടേബിളും ഒത്തിരി ചെയറും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നല്ല തണുപ്പൊക്കെ ഉള്ളപ്പോൾ പുറത്തിരുന്ന് നല്ല ചായയും സ്നാക്സും ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ്. ഇപ്പം എന്താണേലും ക്ലൈമറ്റ് സ്യൂട്ടബിൾ അല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അകത്ത് വന്നു. അപ്പോൾ ഞാൻ ആ ഫ്രണ്ടിൽ നിന്ന് ഓർഡർ ചെയ്തത് ഒരു ബൗള് പാൽക്കപ്പ ഓർഡർ ചെയ്തു. നല്ല ചൂട് കടിഞ്ചായയും കൂട്ടി പാൽക്കപ്പ കഴിക്കാം എന്ന് വിചാരിച്ചു. ഞങ്ങൾ സ്നാക്സ് കഴിക്കാൻ വന്നതാണ്, പക്ഷേ സ്നാക്സ് കോർണറിൽ കപ്പയും എന്താ പറയുക പിടിയും ബീഫും ഒക്കെ ഉണ്ട്. അതൊക്കെ വളരെ ചെറിയ ക്വാണ്ടിറ്റി, 2 dirhams 3 dirhams ഒക്കെ നമ്മൾ പറയുന്ന ക്വാണ്ടിറ്റിക്ക് അവർ ചെറിയതാ ഇങ്ങനെ തരും. അത് ഭയങ്കര ഒരു നല്ല കാര്യമായിട്ട് മെയിൻ കോഴ്സിൻ്റെ അവിടെ വന്ന് ഓർഡർ ചെയ്ത് കാത്തിരുന്ന് ഓർഡർ ഒന്നും ചെയ്യണ്ട. അപ്പം സ്നാക്കായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും പാൽക്കപ്പ. ഈ പാൽക്കപ്പയും അതുപോലെ തന്നെ നമ്മുടെ കറിക്കപ്പ ഉണ്ടല്ലോ, മഞ്ഞ കളറിഞ്ഞ് പുഴുങ്ങുന്ന കപ്പയും, അതുപോലെ തന്നെ നമ്മുടെ പിടിയും ബീഫും എല്ലാം നമുക്ക് ഇങ്ങനെ തരും. അപ്പം ഞങ്ങളുടെ കപ്പയൊക്കെ വന്നു. പിന്നെ സാറ കഴിക്കുന്നത് നമ്മുടെ കൽമാസ്, ചിക്കൻ കൽമാസ്, അത്യാവശ്യം സ്പൈസ് ഉണ്ട്. അപ്പോൾ ഫിഷ് കൽമാസും അതുപോലെ തന്നെ ചിക്കൻ കൽമാസും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫിഷ് അത്ര വലിയ ഫിഷ് ലവർ അല്ല, അപ്പോൾ ഞാൻ ചിക്കൻ സ്റ്റഫ് ചെയ്ത ഐറ്റമാണ് വാങ്ങിച്ചത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇതും ചായക്ക് കൂട്ടാനായിട്ട് ഞങ്ങൾ വാങ്ങിച്ചതാണ്, ഞങ്ങളുടെ ബീഫും പിടിയുമാണ്. പിന്നീട് നമ്മൾ ഓർഡർ ചെയ്തത് ഒന്ന് ക്യാരറ്റ് പോളയും ഒന്ന് കായ്പോളയും, അങ്ങനെ ഏത്തപ്പഴം സ്റ്റഫ്ഡ് ഐറ്റവും ഒന്ന് ക്യാരറ്റ് സ്റ്റഫിങ് ആയിട്ടുള്ള ഒരു ഐറ്റം. അപ്പം ഇതും എല്ലാം ചേർത്തിട്ട് നമ്മൾ വെറും കാലിച്ചായ കുടിക്കാൻ വന്ന ആൾക്കാരാണ്. പക്ഷെ ഞങ്ങൾ ഓരോന്ന് കണ്ടപ്പോഴത്തേനും അങ്ങനെ ഓരോന്ന് ഓർഡർ ചെയ്തു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഞാൻ കട്ടനാണ്, ഞാൻ ബ്ലാക്ക് ടീ ആണ് കുടിക്കുന്നത്, ഇക്ക പാൽച്ചായയാണ് കുടിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് ഇന്ന് നൈറ്റ് ഒരു പരിപാടിയുണ്ട്. ഇക്കയുടെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള ഒരു കൂടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നമ്മൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം അതുകൊണ്ട് നമ്മൾ മെയിൻ കോഴ്സ് കഴിക്കുന്നില്ല. പിന്നെ ഇതിപ്പം 5:36 ഒക്കെ ആയതാണ്, ടൈം അത്രേ ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു ചായയിൽ നിർത്തുകയാണ്, ഡിന്നർ ടൈം ആയിട്ടില്ല. അപ്പോൾ ഈവനിങ് വെറുതെ ഒന്ന് ഇറങ്ങി ചായയൊക്കെ കുടിച്ച് കുറച്ച് ഗ്രോസറി പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മെയിനായിട്ട് ഗ്രോസറി പർച്ചേസിന് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ എൻ്റെ പർച്ചേസ് വീഡിയോ ഞാൻ പുറകെ ഇടാം. അപ്പം ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് പയ്യനെ ഇറങ്ങാനുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഉള്ള റെസ്റ്റോറൻ്റാണ് കടവത്തൂർ റെസ്റ്റോറൻറ്റ്. അതുപോലെ തന്നെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ആണ് ഷക്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഷക്ലാനിൽ ഞങ്ങൾ പർച്ചേസ് ചെയ്തതിന് ശേഷം ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ വരുന്ന അടുത്ത ദിവസത്തെ വീഡിയോയിൽ എൻ്റെ ഷക്ലാൻ മിനി പർച്ചേസ് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയുള്ളൂ എൻ്റെ ഫ്രൈഡേ ഈവനിങ് വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ടീ ടൈമൊക്കെ കഴിഞ്ഞു, സ്നാക്കൊക്കെ കഴിച്ച് ഞങ്ങളിതാ പോവുകയാണ്. ഇനി റൂമിലേക്കാണ് പോകുന്നത്. റൂമിലേക്ക് പോയതിന് ശേഷം പിന്നെ റെഡി ആയിട്ടാണ് ഇനി അടുത്ത പോക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ വീക്കെൻഡിൽ കുറച്ച് ബിസിയാണ്, അതുകൊണ്ട് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്തു. താങ്ക് യു.